വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതിയാണ് അഫാൻ. അഫാനെ അത്ര പെട്ടെന്നും മലയാളികൾക്ക് മറക്കാൻ സാധ്യമല്ല. കാരണം കേരളം ഞെട്ടിക്കുന്ന ഒരു കൊലപാതക പരമ്പര തന്നെയാണ് അഫാൻ നടത്തിയത്. അഫാൻ്റെ ആ ഒരു ക്രൂരകൃത്യം ഇന്നും നമ്മളുടെയൊക്കെ കൺമുന്നിൽ മായാതെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അഫാൻ്റെ ആ ഒരു കൊലപാതക കാര്യങ്ങളും ദൃശ്യങ്ങളും എല്ലാം ആ ഒരു കാലയളവിലെല്ലാം മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കാരണം അത്രയേറെ ഒരു എന്താ പറയുക, ഒട്ടും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. സ്വന്തം സഹോദരനെ, അതേപോലെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയെ, വല്യച്ഛനെ, വല്യമ്മയെ, ഇത്തരത്തിലുള്ള ബന്ധുക്കരെ, സ്നേഹിച്ച പെൺകുട്ടിയെ സ്വന്തം അമ്മയെ മാരകമായിട്ട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ അമ്മ മാത്രമേ ഉള്ളൂ രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും അഫാൻ്റെ കയ്യിൽ മരിക്കുകയായിരുന്നു. എന്ത് തന്നെയാലും ഇപ്പോൾ വീണ്ടും എന്തിനാണ് അഫാൻ്റെ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, അഫാൻ അന്നേ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ ഒരു കൊലപാതകങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിലും വലിയ രീതിയിൽ ഉള്ളിൽ വിഷം അകത്തേക്ക് ചെല്ലാഞ്ഞത് കൊണ്ട് തന്നെയാണ് അഫാൻ അന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ജയിലിനകത്ത് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് പുറമേ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അഫാൻ ഇതിന് പലപ്പോഴായിട്ടും പറഞ്ഞിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിക്കേണ്ട എന്നുള്ള തരത്തിൽ പലപ്പോഴായി പറഞ്ഞിരുന്നു. അതിനുവേണ്ടി പലപ്പോഴായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ വീണ്ടും ഈ ഉണക്കാനിട്ടിരുന്ന മുണ്ട് എടുത്ത് ആരും കാണാതെ ശുചിമുറിയിൽ പ്രവേശിക്കുകയും അവിടെ ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുകയുമാണ് ചെയ്തത്. എന്തായാലും കൂടെ തൊട്ടടുത്ത റൂമിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ഇത് കണ്ട് മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും അഫാനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പോലീസ് ചെയ്ത്. രക്ഷപ്പെട്ടു എന്ന് പറയാനും പറ്റില്ല, കാരണം അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അഫാൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻ തന്നെ നിലനിൽക്കുന്നത്. എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദം അഫാൻ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതായത് പുറത്ത് നമുക്കറിയാം, ജയിലിനകത്ത് പുറത്ത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. അറസ്റ്റിലായ ശേഷം പലപ്പോഴായിട്ട് അഫാൻ ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേക ഒരു സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ നടത്തേണ്ടുന്നതായിരുന്നു. പക്ഷെ അത് നടത്താത്ത എവിടെയാണ് പാകപ്പിഴ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഇത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം നേരിടുന്ന പ്രതിയാണ് നേരത്തെ ആത്മഹത്യാ ശ്രമം നടത്തുകയും ആത്മഹത്യാ ശ്രമത്തിലൂടെ തന്നെയാണ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രതിയെ കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്നതായിരുന്നു. പക്ഷേ അവിടെ ഒരു പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്ത് തന്നെയാലും ഒരു ക്രമീകരണമോ അത്തരത്തിലുള്ള സുരക്ഷാ നിരീക്ഷണമോ ഒന്നും അഫാന് ഉണ്ടായിരുന്നില്ല. ഇതാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമായത്. അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാവില്ലായിരുന്നു. കേസിൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി ഫോൺ ചെയ്യാൻ പോയപ്പോഴായിരുന്നു ഇത് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. മറ്റൊരു പ്രതിയും കൂടെ അഫാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ പോലീസോ അല്ലെങ്കിൽ അഫാനെ നിരീക്ഷിക്കുന്ന തരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളോ ഇല്ലായിരുന്നു. അപ്പം നേരത്തെ അഫാൻ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുള്ള തരത്തിൽ പറഞ്ഞു. വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അഫാൻ, ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തെളിയിക്കാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളത്. കടം എന്ന് പറയുമ്പോഴും കടം നിൽക്കക്കള്ളിയില്ലാത്ത കടമല്ല, വീട് വീട്ടാൻ പറ്റുന്ന കടങ്ങൾ മാത്രമേ ഉള്ളൂ. 25 ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ എന്ന് അച്ഛനും അമ്മയും ഒരുപോലെ തന്നെ പറയുന്നു. ഒരു കാലത്തും തൻ്റെ കുഞ്ഞനുജനെ ഉൾപ്പെടെ കൊല്ലേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യവും അഫാൻ ഇല്ലായിരുന്നു. അഫാൻ്റെ വീട്ടിലും അത്തരത്തിലുള്ള കുടുംബ വഴക്കോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലായിരുന്നു. ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഫാൻ ഉമ്മയുടെ കഴുത്തിൽ പോലും ഷാളിട്ട് കുരുക്കിയത്. പിന്നീട് മാത്രമല്ല, ഉമ്മയ്ക്ക് അതിന് മുമ്പേയുള്ള തലേന്നുള്ള ദിവസങ്ങളിലൊക്കെ എന്തൊക്കെയോ മയക്കുമരുന്നുകൾ ചേർത്തുള്ള പാനീയങ്ങളൊക്കെ നൽകിയിരുന്നത് കൊണ്ട് കൃത്യമായ ഓർമ്മകൾ ഉമ്മയ്ക്ക് ലഭിച്ചില്ല എന്നൊക്കെയാണ്
ഉമ്മ എന്ന് പറഞ്ഞിരുന്നത്. മാത്രമല്ല അഫാൻ്റെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും ഒരേപോലെ പ്രതികരിച്ചത് തൻ്റെ മകൻ തെറ്റ് ചെയ്തു, ആ തെറ്റിനെ ഒരു കാലത്തും ന്യായീകരിക്കില്ല, തങ്ങൾ പൊറുക്കില്ല, ഞങ്ങൾക്ക് അവനെ വേണ്ട എന്നുള്ള തരത്തിലാണ്. കാരണം അവർക്കൊക്കെ ഏറ്റവും അധികം ഹൃദയസ്പർശിയായിട്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുറിവായിട്ടുള്ളത് അഫാൻ്റെ കുഞ്ഞനുജനെയും ആ പെൺകുട്ടിയൊക്കെ ദാരുണമായി കൊന്ന നിമിഷങ്ങളൊക്കെ. ഒരുപക്ഷെ കുഞ്ഞനുജൻ, അമ്മയ്ക്ക് 2 മക്കളും അല്ലെ അച്ഛനും 2 മക്കളും ഒരുപോലെ തന്നെയാണ്. ആ കുഞ്ഞനുജനെ വളർത്തിയത് അഫാൻ തന്നെയാണ്. അഫാൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെ ബൈക്കിൽ ചുറ്റിക്കറങ്ങി നടക്കുകയും അഫാനോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന കുഞ്ഞ് അനുജനെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം അഫാന് എന്താണ് പ്രശ്നമുണ്ടായത്, എന്താണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമായി തന്നെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഷെമി, അഫാൻ്റെ അമ്മ ഷെമി ഈ ഒരു അഫാൻ്റെ ഈ ഒരു ഉപദ്രവത്തിന് ശേഷം വലിയ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഏകദേശം 1 മാസത്തോളം അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. വീണ്ടും ഇപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇതൊരു വല്ലാത്ത ദുരന്തമായപ്പോഴും അഫാൻ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുമ്പോഴും അഴിയാത്ത കുറേ നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും അഫാൻ്റെ മനസ്സിൽ തന്നെ അഫാന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല എന്നുള്ളതാണ്. അഫാൻ്റെ ഉമ്മൂമ്മയുടെ മാത്രം മരണത്തിനുള്ള കുറ്റപത്രം മാത്രമാണ് ഇപ്പോൾ സമർപ്പിക്കാനിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം കേസ് അതിൻ്റേതായ അന്വേഷണവും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇത് തന്നെയാലും ഈ ഒരു അവസരത്തിൽ അഫാൻ്റെ ഉള്ളിൽ മാത്രമാണ് അറിയാവുന്ന ചില രഹസ്യങ്ങളുള്ളത്. അത് ഇതുവരെ അഫാൻ ആരോടും പുറത്തു പറഞ്ഞിട്ടില്ല. കാരണം പോലീസിന് പോലും ഒരു കൃത്യതയില്ലാത്ത രീതിയിൽ 5 പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള തരത്തിൽ എന്ത് മാനസിക സംഘർഷമാണ് അഫാൻ നേരിട്ടത്. അല്ലെങ്കിൽ അഫാൻ ഒരു സൈക്കോപാത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവണതയുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു മദ്യപാനി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബവഴക്കങ്ങ് വലിയ രീതിയിലുള്ള കുടുംബവഴക്കോ അങ്ങനെയുള്ള വ്യക്തിയല്ല. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കടം അങ്ങ് വലിയ വീട്ടാനാവാത്ത തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടങ്ങളില്ല. പക്ഷേ അന്ന് ഒരു ബാങ്കിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി. ബാങ്ക് പറഞ്ഞു നിങ്ങളെ നിരത്തി നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് ഇത്തരത്തിൽ ഞങ്ങൾ ഇത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഭീഷണിയൊക്കെ വന്നിരുന്നു. പൈസ അടച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഭീഷണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു വാക്കുതർക്കം അഫാനുമായിട്ട് ഉണ്ടായി എന്നുള്ളതല്ലാതെ മറ്റൊരു മാനസിക സംഘർഷങ്ങളും ഇല്ല. പക്ഷെ അപ്പോഴും അമ്മ ഷെമി അഫാനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് ഈ വീട് വിറ്റാണെങ്കിലും ഉപ്പ ഉൾപ്പെടെ അച്ഛൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, ഈ വീട് വിറ്റ് നമുക്കിതെല്ലാം വീട്ടാം, നമുക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് അച്ഛനും അമ്മയും പിന്തുണ നൽകുമ്പോഴും ഇത്തരത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കുടുംബത്തോട് സ്നേഹം അല്ലെങ്കിൽ മാനക്കേട് മാനനഷ്ടമൊക്കെ ഉള്ള ഒരു വ്യക്തി ചെയ്യേണ്ട സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത്. പക്ഷേ കുഞ്ഞ് അനുജനെയും ഈ പറയുന്ന സ്നേഹിച്ച പെൺകുട്ടിയെയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛൻ്റെ ഉമ്മൂമ്മയും അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞോണം ക്രൂരമായ ഈ ഒരു കൃത്യം നടത്തേണ്ടുന്നതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എന്താണ് അഫാനെ നയിച്ചത്? പ്രത്യേകിച്ച് അച്ഛൻ്റെ സഹോദരനോടും ഭാര്യയോട് എന്താണ് ഇത്രത്തോളം വൈരാഗ്യം, ഉമ്മയോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നീണ്ടു നിൽക്കേ അല്ലെങ്കിൽ അത് ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അഫാൻ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കേരളത്തിലുള്ള മലയാളികൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സംശയം തന്നെയാണ് ഞാനിവിടെ ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണ് ഇതിന് കാരണം? ഇതുവരെ ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതിന് തക്കതായ എന്തോ മറ്റൊരു കാരണമുണ്ട്. അത് അഫാന് മാത്രം അറിയാവുന്ന കാരണമാണ്. അഫാൻ നേരത്തെ ആത്മഹത്യ ശ്രമിച്ചതും ഒരു പക്ഷേ അഫാന് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ മാനസിക സംഘർഷങ്ങൾ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്, നല്ല കുറ്റബോധമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരിക്കലും ഇവരെയൊന്നും കൊല്ലണമെന്ന് പ്രത്യേകിച്ച് ആ ഒരു കുഞ്ഞനുജനെയോ അല്ലെങ്കിൽ ആ സ്നേഹിച്ച പെൺകുട്ടിയൊക്കെ കൊല്ലണമെന്ന് ഒരിക്കലും അഫാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തോ തക്കതായ കാരണമുണ്ട്. അവരെയൊക്കെ ഈ പറഞ്ഞോണം മരണത്തിലേക്ക് നയിച്ചിട്ട് തനിക്കും മരിക്കണം എന്നുള്ള തീരുമാനത്തിലായിരിക്കാം അന്ന് സംഭവിച്ചത്. എന്തു തന്നെയായാലും എന്തൊക്കെയോ ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് അഫാൻ ഇപ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നുള്ളത് നമുക്കറിയില്ല. വെന്റിലേറ്ററിലാണ്. വളരെ അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് അഫാൻ്റെ നില തുടരുന്നത്. എന്തായാലും അതിൻ്റെ വരും മണിക്കൂറുകൾ നമുക്കത് എന്താണെന്നുള്ള അറിയാൻ പറ്റും. പക്ഷെ അച്ഛനും അമ്മയും ഇതുവരെ മകന് മാപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ പോലും മകനെ ഇനി കാണാൻ പോകുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഒരാൾക്കും ഒരച്ഛനും അമ്മയ്ക്കും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അത്രയേറെ വലിയൊരു ക്രൂരത തന്നെയാണ് അഫാൻ നടത്തിയത്.